അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ദശമസ്കന്ധം 57-ാം അധ്യായം 15 വരെ എടുക്കുന്നത് അല്ലേ? ഇനി 16 എടുക്കുന്നത്. ആ, അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അക്രൂരനെ കുറിച്ച് പറഞ്ഞപ്പോൾ അക്രൂരനെ ദശമത്തിന്റെ പൂർവാർത്ഥത്തിൽ നമ്മൾ അക്രൂര സ്തുതിയിലൂടെയാണ് കംസൻ പറഞ്ഞയക്കുന്നതായിട്ടാണ് ആദ്യം കണ്ടത്. അതുകൊണ്ട് 40-ാം അധ്യായത്തിലാണ് അക്രൂര സ്തുതിയൊക്കെ. അതിനുശേഷം അക്രൂരൻ കൃഷ്ണഭക്തനായി അവിടെ പരിണമിച്ചെങ്കിലും കൃഷ്ണന്റെ കൂടെ കൂടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അക്രൂരനെ കണ്ടിട്ടില്ല എന്നല്ല, കണ്ടു. 49-ാമത്തെ അധ്യായത്തിൽ പാണ്ഡവന്മാരുടെ വൃത്താന്തം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബലരാമനും കൃഷ്ണനും കൂടി അക്രൂരന്റെ ഗൃഹത്തിൽ ചെന്ന് അക്രൂരനെ അങ്ങോട്ട് പറഞ്ഞയക്കുന്ന ഒരു സംഭവമുണ്ട്. അതല്ലാതെ പിന്നെ കണ്ടിട്ടില്ല. അത് അങ്ങോട്ട് ചെന്നാണ് അക്രൂരനെ കൃഷ്ണൻ കാണുന്നത്, കൃഷ്ണനെ വന്ന് അക്രൂരൻ കാണുകയല്ല ചെയ്തത്. അതുകൊണ്ട് അതൊരു ഭക്തന്റെ കടമയാണ് എന്ന് പറയാനാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ആരോ അതിൽ സംശയം ചോദിച്ചായിരുന്നു, ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിരുന്നല്ലോ എന്ന്. കണ്ടിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, കണ്ടു. കണ്ടത് ബലരാമനും കൃഷ്ണനും കൂടി 49-ാമത്തെ അധ്യായത്തിൽ പറയും. പാണ്ഡവരുടെ വൃത്താന്തം അറിയാൻ വേണ്ടി അക്രൂരനെ പറഞ്ഞയക്കുന്നുണ്ട്. അതിനുശേഷം അക്രൂരനെ ഇപ്പൊ ഈ ഫെമന്തകമായിട്ട് കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നത്. അപ്പൊ അക്രൂരന്റെ ഭക്തിയുടെ ഒരു തീവ്രതയോ പൂർണ്ണതയോ നമുക്ക് അക്രൂരനിൽ കാണാൻ പറ്റില്ല. അന്നുണ്ടായിരുന്നു, ശരിയാണ്. ആ ഉണ്ടായിരുന്നതിനെ അഭിവൃദ്ധിപ്പെടുത്താനോ കൊണ്ടു നടക്കാനോ അക്രൂരൻ ശ്രമിച്ചില്ല എന്നുള്ളത് അക്രൂരൻ എന്ന കഥാപാത്രത്തിന്റെ ഭക്തി വിഷയത്തിലെ പോരായ്മ തന്നെയാണ് എന്ന് പറയാനാണ് ഞാൻ അന്ന് ശ്രമിച്ചത്. അന്ന് ഇതിനെക്കുറിച്ച് ആരോ സംശയം ചോദിച്ചായിരുന്നു. പിന്നെ കണ്ടിട്ടില്ല എന്നല്ലല്ലോ, കണ്ടു. പക്ഷെ കണ്ടത് ഒരു ഭക്തനായിട്ടല്ല. പിന്നീട് അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പോൾ മുതൽ കൃഷ്ണന്റെ കൂടെ തന്നെ കൂടി ഒരു ഭക്തനായി കഴിഞ്ഞുകൂടുമായിരുന്നു. അങ്ങനെ ഒരു കഥ നമ്മുടെ ഭാഗവതത്തിൽ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. സപ്തഹായന ശൈലമുത്പട്ടൈകേന പാണിനാം ദധാരലീലയാ ബാല ഉച്ഛിരീന്ദ്രമിവർദ്ധകാം. യഹ യാതൊരുവനാണോ, യാതൊരു കൃഷ്ണനാണോ, സപ്തഹായന 7 വയസ്സുള്ളവൻ. ആയനും വയസ്സ്, സപ്തഹായന 7 വയസ്സുള്ളവൻ. 7 വയസ്സ് ഉള്ളവനായ ശ്രീകൃഷ്ണൻ ശൈലം ഉത്പാട്യ, ഒരു പർവ്വതത്തെ പൊക്കിയെടുത്തിട്ട് പിഴുതെടുത്തിട്ട്, ഉത്പാട്യ ഒരു പർവ്വതം പിഴുതെടുത്തിട്ട് ഏകേന പാണിന ഒറ്റ കൈകൊണ്ട് ദധാര ധരിച്ചു. ലീലയ ഒരു കളിയായിട്ട്. ബാലഹ ഉജ്ജരീന്ദ്രമിവ അർഭക, 7 വയസ്സുള്ള ബാലനായ ആ ശ്രീകൃഷ്ണൻ ഒരു പർവ്വതം പിഴുതെടുത്ത് ഒറ്റക്കൈയിൽ പിടിച്ചു നിർത്തി. എങ്ങനെ? ഉച്ഛിരീന്ദ്രമിവ അർഭക. ഉച്ഛിരീന്ദ്രം എന്ന കൂണ് എന്നാണ് അർത്ഥം. കൂണിന്റെ പേരാണ് ഉച്ഛിരീന്ദ്രം. ഉച്ഛിരീന്ദ്രമിവ അർഭക, ഒരു കൂൺ എന്നതുപോലെ ഒരു കുട്ടി ഒരു കൂൺ കയ്യിൽ എടുത്തു പിടിച്ചിരിക്കുന്ന അത്ര നിസ്സാരമായിട്ടാണ് ഗോവർദ്ധന പർവ്വതത്തെ ശ്രീകൃഷ്ണൻ 7 വയസ്സുള്ളപ്പോൾ പർവ്വതം പിഴുതെടുത്ത് തൻ്റെ കയ്യിൽ ഒറ്റ കയ്യിൽ പൊക്കി നിർത്തിക്കണ്ടാൽ ഒരു കുട്ടി താഴെ കിളിച്ചു വരുന്ന കൂൺ പറിച്ച് കയ്യിൽ പിടിച്ചിരിക്കുന്ന പോലെ തോന്നിക്കൊള്ളൂ. അങ്ങനെയുള്ളതാണ് ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണനോട് എതിർക്കാൻ എന്നെ കൊണ്ടാവില്ല എന്ന് ഇവിടെ കൃതവർമാവ് സഹായിക്കുന്നുണ്ടപ്പോൾ അക്രൂരൻ എടുക്കാവുന്നു. അപ്പൊ അക്രൂരനാണ് പറയുന്നത്, ലീല കൊണ്ട് വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിക്കുന്ന വിശ്വസൃഷ്ടാണ് ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. 7 ദിവസം കൊണ്ട് 7 വയസ്സ് പ്രായമായ ഒരു ബാലനായ ശ്രീകൃഷ്ണൻ പർവ്വതം ഉയർത്തിപ്പൊക്കി പിടിച്ചത്
ഒരു കുട്ടി കൂൺ ഉയർത്തിപ്പിടിക്കുന്ന ലാഘവത്തോടെയാണ്. അത്ര വൈഭവമുള്ളവനാണ് കൃഷ്ണൻ. യഃസപ്തഹായന ശൈലമുത്പട്ടീകേന പാണിനാം ദധാരലീലയാ ബാല ഉച്ഛിരീന്ദ്രമിവർഭകാം. യഃസപ്തഹായന ശൈലം ഉത്പട്ടീകേന പാണിന ദധാരലീലയാ ബാല ഉച്ഛിരീന്ദ്രമിവർഭകാം. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അദ്ഭുതകർമ്മണേ അനന്തായാദിഭൂതായ കൂടസ്ഥായാത്മനേ നമഃ. എന്നിട്ട് അറിയാതെ കൃഷ്ണനെ സ്തുതിച്ചു പോവുകയാണ്. നമസ്തസ്മൈ ഭഗവതേ, ആ ഭഗവാനായ കൃഷ്ണനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. ആ അദ്ഭുതകർമ്മണേ, അദ്ഭുത കർമ്മങ്ങൾ ചെയ്യുന്ന കൃഷ്ണനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. അനന്തായ ആദിഭൂതായ, അനന്തനും ആദിഭൂതനുമായ, അന്തമില്ലാത്തവനാണ്, ആദ്യമുണ്ടായവനുമാണ്. കൂടസ്ഥായ, കൂടസ്ഥൻ, ഇളകാതെ ഉറച്ചു നിൽക്കുന്നവനുമായ ആത്മസ്വരൂപനായ ആത്മനേ നമഃ. പരമാത്മസ്വരൂപത്തിനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അദ്ഭുതകർമ്മണേ അനന്തായ ആദിഭൂതായ കൂടസ്ഥായ ആത്മനേ നമഃ. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അദ്ഭുതകർമ്മണേ അനന്തായ ആദിഭൂതായ കൂടസ്ഥായ ആത്മനേ നമഃ. പ്രത്യാഖ്യാതസ്വതേനാപി തദ് ശതധന്വാ മഹാമണിം തസ്മിന്യസ്യ അശ്വമാരുഹ്യ ശതയോജനകം യയൗ. പ്രത്യാഖ്യാത, നിരാകരിക്കപ്പെട്ടു. അവൻ തേനാപി, അവനാലും പ്രത്യാഖ്യാനം ചെയ്യപ്പെട്ടപ്പോൾ, അക്രൂരനാലും തിരിച്ചുവിട്ടപ്പോൾ, ശതധന്വാവ് മഹാമണി തസ്മിന്യസ്യ, ആ മഹാമണി അവനിൽ അർപ്പിച്ചിട്ട്, തസ്മിൻ അക്രൂരേ, ആ അക്രൂരനിൽ ആ മഹാമണി സമർപ്പിച്ചിട്ട്, അശ്വമാരുഹ്യ, കുതിരപ്പുറത്ത് കയറി, ശതയോജനകം യയൗ, 100 യോജന ദൂരത്തേക്ക് പോയി. തേനാവി പ്രത്യാഖ്യാത സഹ, അക്രൂരനാലും പ്രത്യാഖ്യാനം ചെയ്യപ്പെട്ടവനായ ആ ശതധന്വാവ് മഹാമണിം തസ്മിന്യസ്യ, ആ സ്യമന്തകമണിയെ, തസ്മിൻ അക്രൂരേ, ആ അക്രൂരനിൽ, ന്യസ്യ ഏൽപ്പിച്ചിട്ട്, അശ്വമാരുഹ്യ കുതിരപ്പുറത്ത് കയറി, ശതയോജനകം 100 യോജന ദൂരത്തിലേക്ക് യയൗ പോയി, പേടിച്ചോടിപ്പോയി. പ്രത്യാഖ്യാതസ്വതേനാപി ശതധന്വാ മഹാമണിം തസ്മിന്യസ്യ അശ്വമാരുഹ്യ ശതയോജനകം യയൗ. പ്രത്യാഖ്യാതസ്വതേനാപി ശതധന്വാ മഹാമണിം തസ്മിന്യസ്യ അശ്വമാരുഹ്യ ശതയോജനകം യയൗ. ഗരുഡധ്വജമാരുഹ്യ രഥം രാമജനാർദ്ദനൗ അന്വയാതാം മഹാവേഗൈ അശ്വൈരാജൻ ഗുരുദ്രുഹം. ഗരുഡധ്വജം ആരുഹ്യ, ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ളതാണ് ഗരുഡധ്വജം. ഗരുഡധ്വജം രഥം ആരുഹ്യ, ഗരുഡൻ കൊടിയടയാളമായുള്ള രഥത്തിൽ കയറിയിട്ട്, രാമജനാർദ്ദനവും, ബലരാമനും ശ്രീകൃഷ്ണനും, അന്വയാതാം, ശതധന്വാവിനെ അനുഗമിച്ചു, പിന്തുടർന്നു. ശതധന്വാവ് കുതിരപ്പുറത്തേറി 100 യോജന വേഗത്തിൽ ഓടിപ്പോയി എന്നറിഞ്ഞപ്പോൾ തന്നെ ബലരാമനും കൃഷ്ണനും കൂടി തങ്ങളുടെ രഥത്തിൽ കയറി. തങ്ങളുടെ രഥമാണ് ഗരുഡധ്വജം രഥം. ആ രഥത്തിൽ കയറി മഹാവേഗൈഹി അശ്വൈഹി, മഹാവേഗത്തിൽ, അതിഭയങ്കരമായ വേഗത്തിൽ കുതിരകളാൽ, ഹേ രാജൻ, അല്ലയോ രാജാവേ, സംബോധനയാണ്. ഗുരുദ്രുഹം അന്വയാത, ഗുരുദ്രോഹിയായ, ഗുരുവിനെ ദ്രോഹിച്ചവനായ ആ ശതധന്വാവിൻ്റെ പിന്നാലെ ഓടിപ്പോയി.
ഗരുഡധ്വജമാരുഹ്യാരഥം രാമജനാർദ്ദനൗ അന്വയാതാം മഹാവേഗൈ അശ്വൈരാജൻ ഗുരുദ്രുഹം. ഗരുഡധ്വജമാരുഹ്യാരഥം രാമജനാർദ്ദനൗ അന്വയാതാം മഹാവേഗൈ അശ്വൈരാജൻ ഗുരുദ്രുഹം. മിഥിലായാമുപവനേ വിസൃജ്യ പതിതം ഹയം പദ്ഭ്യാമഥാവത് സന്ത്രസ്ത കൃഷ്ണോപ്യന്വദ്രവദ്രുഷാം. മിഥിലായാം ഉപവനേ, മിഥിലയുടെ ഉപവനത്തിൽ, ഉദ്യാനത്തിൽ, മിഥില രാജധാനിയുടെ തൊട്ട് അടുത്തുള്ള ഒരു ഉദ്യാനത്തിൽ, ഒരു സ്ഥലത്ത്, ഒരു വനത്തിൽ, മിഥിലായാം ഉപവനേ പതിതം ഹയം വിസൃജ്യ, വീണുപോയ കുതിരയെ ഉപേക്ഷിച്ചിട്ട്. പതിതം വീണുപോയ, ഹയം കുതിര ഉപേക്ഷിച്ചിട്ട്. വിസൃജ്യ പദ്ഭ്യാം അഥാവത്, കാലുകൊണ്ട് ഓടി. പദ്ഭ്യാം കാലുകൊണ്ട്, അഥാവത് ഓടി. സന്ത്രസ്ത പേടിച്ചു പറച്ചവനായ കൃഷ്ണോ അപി അന്വദ്രവത് രുഷ, കൃഷ്ണനും രുഷ കോപത്തോടെ അന്വദ്രവത് അവനെ അനുദ്രവിച്ചു എന്ന് വെച്ചാൽ അനുഗമിച്ചു എന്നർത്ഥം. മിഥിലയുടെ ഉപവനത്തിൽ എത്തിയപ്പോൾ കുതിര താഴെ വീണു. ശബ്ദന്മാവിന്റെ കുതിരപ്പുറത്ത് കയറിയാണല്ലോ ഓടിപ്പോയി. ആ കുതിരയെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് കാലുകൊണ്ട് ഓടി ഓടി രക്ഷപ്പെടാൻ നോക്കി. ശ്രീകൃഷ്ണനും തേരവിടെ നിർത്തിയിട്ട് ഇവന്റെ പുറകെ ഓടി. കാരണം തേരിൽ പോയിട്ട് കാര്യമില്ലോ, ഓടുന്ന ഒരാളുടെ പുറകെ ഓടിപ്പോണം. അതുകൊണ്ട് കൃഷ്ണനും അവന്റെ പുറകെ ഓടിപ്പോയി. മിഥിലായ ഉപവനെ വിസൃജ്യ പതിതം ഹയം പദ്ഭ്യാമഥാവത് സന്ത്രസ്ത കൃഷ്ണോപ്യന്വദ്രവദ്രുഷാം. മിഥിലായ ഉപവനെ വിസൃജ്യ പതിതം ഹയം പദ്ഭ്യാമഥാവത് സന്ത്രസ്ത കൃഷ്ണോപ്യന്വദ്രവദ്രുഷാം. മിഥിലായ ഉപവനെ വിസൃജ്യ പതിതം ഹയം പദ്ഭ്യാമഥാവത് സന്ത്രസ്ത കൃഷ്ണോപ്യന്വദ്രവദ്രുഷാം. പാദാദിർഭഗവാംസ്തസ്യാപദാദിസ്തിക്മനേമിനാം ചക്രേണ ശിര ഉത്കൃത്യ വാസസോ വിചിനോന്മനിം. പദാതേഹേ ഭഗവാൻ സ്തസ്യ, പദാതേഹേ, പദാതി കാലുകൊണ്ട് സഞ്ചരിക്കുക, പദേന അതിക്രമത്തെ. അങ്ങനെ പദാതിയായിട്ട് ഭഗവാൻ കൃഷ്ണൻ തസ്യ പദാതിഹി തിക്മനേമിന, പദാതിയായി നിലത്തുകൂടി സഞ്ചരിക്കുന്നവനായ ഭഗവാൻ തിക്മ നേമിന, തിക്മം തീക്ഷ്ണമായ മൂർച്ചയുള്ള, നേമി എന്ന് വെച്ചാൽ അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം, വായ്ത്തല എന്ന് പറയാം. മൂർച്ചയുള്ള വായ്ത്തലയോടുകൂടിയ തിക്മ നേമിന ചക്രേണ, ചക്രം കൊണ്ട്, തൻ്റെ കയ്യിലിരിക്കുന്ന ചക്രം കൊണ്ട് ശിരഹ ഉത്കൃത്യ, ശിരസ് അടർത്തി എടുത്തിട്ട്, ഉത്കൃത്യ ഛേദനം ചെയ്ത് എടുത്തിട്ട്, വാസസോ വ്യചിനോദ് മണി, വാസസ വസ്ത്രങ്ങളിൽ, മണിം വ്യചിനോദ് രത്നം അന്വേഷിച്ചു. ശതന്മാവിന്റെ കയ്യിലാണ് രത്നം, പക്ഷെ അത് അക്രൂരനെ ഏൽപ്പിച്ചിട്ടാണ് ശതന്മാവ് ഓടിപ്പോയത്. ഇതും കൃഷ്ണൻ അറിയാം. എങ്കിൽ പോലും ഇയാളുടെ കയ്യിലുണ്ടെന്നാണ് ബലരാമൻ ഉൾപ്പെടെ എല്ലാവരുടെയും
കേക്കാലോ? കേൾക്കാം സാർ. പദാതിർഭഗവാംസ്തസ്യ പദാതിക്മനേമിനാ ചക്രേണ ശിര ഉത്കൃത്യ വാഫഫോ വ്യജിനോത് മണിം. മണിം വ്യജിനോത്, മണിയെ അന്വേഷിച്ചു. എവിടെ? വാഫഫഹ, ഇയാളുടെ വസ്ത്രത്തിനിടയ്ക്കാണോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് വസ്ത്രമെല്ലാം പരിശോധിച്ചു നോക്കി. കാരണം പദാതിയായി ഓടിപ്പോയ അവന്റെ പുറകെ പദാതിയായി തന്നെ ഭഗവാനും ഓടിപ്പോയി. പദാതിർ ഭഗവാംസ്തസ്യ പദാതി തിക്മനേമിനാ ചക്രേണ, തിക്മനേമിയായ നല്ല മൂർച്ചയുള്ള ചക്രം കൊണ്ട് ശിര ഉത്കൃത്യ, ശിരഫ് നിന്ന് മുറിച്ചെടുത്തിട്ട് വാഫഫോ വ്യജിനോത് മണിം, വസ്ത്രങ്ങളിൽ മണിയെ അന്വേഷിച്ചു. പദാദേർ ഭഗവാംസ്തസ്യ പദാതിസ്തിക്മനേമിനാ ചക്രേണ ശിര ഉത്കൃത്യ വാഫഫോ വ്യജിനോന്മണിം. പദാദേർഭഗവാംസ്തസ്യ പദാതിസ്തിക്മനേമിനാ ചക്രേണ ശിര ഉത്കൃത്യ വാഫഫോ വ്യജിനോന്മണിം. പദാദേർഭഗവാംസ്തസ്യ പദാതിസ്തിക്മനേമിനാ ചക്രേണ ശിര ഉത്കൃത്യ വാഫഫോ വ്യജിനോന്മണിം. അലബ്ധമണിരാഗത്യ കൃഷ്ണ ആഹാഗ്രജാന്തികം വൃഥാഹതശതധനുർ മണിസ്തത്ര ന വിദ്യതേ. അലബ്ധമണിഹി ആഗത്യ, മണി ലഭിക്കാതെ തിരിച്ചെത്തിയിട്ട്. അലബ്ധമണി, മണി ലഭിക്കാതെ തിരിച്ചെത്തിയിട്ട് കൃഷ്ണൻ ആഹ അഗ്രജ അന്തികം, അഗ്രജന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. ആഹ പറഞ്ഞു, അഗ്രജാന്തികം, ജ്യേഷ്ഠന്റെ സമീപത്തിൽ. ആഹ അഗ്രജാന്തികം, ആഹ പറഞ്ഞു. അഗ്രജാന്തികം ആഹ, ബലരാമന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? വൃഥാഹത ശതധന്നു, ആ ശതധന്വാവിനെ വെറുതെ കൊന്നു. മണിസ്തത്ര ന വിദ്യതേ, മണി അവിടെ ഇല്ല, വെറുതെ കൊന്നല്ലോ ശതധന്വാവിനെ. മണിക്ക് വേണ്ടിയാണ് അയാളെ കൊന്നത്, കൊല്ലേണ്ട കാര്യമില്ലായിരുന്നു വാസ്തവത്തിൽ. വൃഥാഹത ശതധനു, ശതധനുവിനെ വൃഥാവിൽ കൊന്നുവല്ലോ. മണിസ്തത്ര ന വിദ്യതേ, അവിടെ മണി ഇല്ലല്ലോ. അലബ്ധമണിരാഗത്യ കൃഷ്ണ ആഹാഗ്രജാന്തികം വൃഥാ ഹതശതധനു മണിസ്തത്ര ന വിദ്യതേ. അലബ്ധമണിരാഗത്യ കൃഷ്ണ ആഹാഗ്രജാന്തികം വൃഥാഹതശതധനു മണിസ്തത്ര ന വിദ്യതേ. തഥാഹ ബലോ നൂനം സമണിശതധന്വനാ കസ്മിംശ്ചിത് പുരുഷേ ന്യസ്തമ അന്വേഷപുരം വ്രജാം. തഥ ആഹ ബലോ, അപ്പൊ ബലരാമൻ പറഞ്ഞു. തതഹ ആഹ ബലോ, അനന്തരം ആഹ പറഞ്ഞു ബലരാമൻ. നൂനം സമണി, നിശ്ചയമായിട്ടും ആ മണി ശതധന്വന, ശതധന്വാവിനാൽ കസ്മിംശ്ചിത് പുരുഷേ ന്യസ്ത, ഏതെങ്കിലും ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. കസ്മിംശ്ചിത് പുരുഷേ ന്യസ്ത തം അന്വേഷ പുരം വ്രജ. തം അന്വേഷ, അവനെ അന്വേഷിച്ച് ദ്വാരകാപുരിയിലേക്ക് നമുക്ക് പോകാം. വാസ്തവത്തിൽ കൃഷ്ണൻ ഇതെല്ലാം അറിയാം, പക്ഷെ എന്നെ വഞ്ചിക്കാനാണ് ഇത് എന്നോട് പറയുന്നതെന്നും ബലരാമൻ അറിയാം. ബലരാമൻ അറിയാം എവിടെയാണ് ഈ മണിയെന്ന് കൃഷ്ണൻ ശരിക്കറിയാം. പക്ഷെ താൻ സംശയിക്കുന്നത് കണ്ട് തന്നെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ്, അയ്യോ എന്റെ മണി കണ്ടില്ല, അവനെ വെറുതെ കൊന്നല്ലോ എന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞത് എന്നെ വഞ്ചിക്കാൻ വേണ്ടിയാണെന്ന് ബലരാമന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബലരാമൻ എങ്ങും തൊള്ളാതെ മറുപടി പറഞ്ഞു. ആ മണി ശതധന്വാവിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ അയാൾ മറ്റാരെങ്കിലും ഏൽപ്പിച്ചു കാണും, ഉറപ്പല്ലേ? തീർച്ചയായിട്ടും അത് മറ്റൊരുത്തൻ്റെ ഏൽപ്പിച്ചു കാണും. അത് എവിടെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ദ്വാരകയിലേക്ക് പോകാം, അവിടെ പോയി അന്വേഷിക്കാം. ദ്വാരകയിൽ ചെല്ലൂ, എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയേക്കും എന്ന് കൃഷ്ണൻ സാർ മ്യൂട്ടായി പോയല്ലോ, മ്യൂട്ടാണ്.
തതാഹ ബലോ നൂനം സമണിഷ്യതധന്വനാം കസ്മിശ്ചിത് പുരുഷേണസ്തമന്വേഷപുരം വ്രജാം തതാഹ ബലോ നൂനം സമണിഷ്യതധന്വനാം കസ്മിശ്ചിത് പുരുഷേണസ്തമന്വേഷപുരം വ്രജാം അഹം വിദേഹമിച്ഛാമി ദ്രഷ്ടും പ്രിയതമം മമ ഇത്യുക്ത്വാ മിഥിലാം രാജൻ വിവേച യദുനന്ദനാം. നീ ദ്വാരകയിൽ പോയി അന്വേഷിച്ചോളൂ ആരുടെയിലാണ് ഈ മണി ഏൽപ്പിച്ചിട്ട് സദനാവ് പോയി എന്ന്. അഹം വിദേഹം ഇച്ഛാമി, ഞാൻ ഇവിടെ മിഥിലയിലെത്തിയപ്പോൾ വിദേഹ രാജാവിനെ ഒന്ന് കാണട്ടെ. മമ പ്രിയതമം, എൻ്റെ ഏറ്റവും പ്രിയതമനായ ജനക മഹാരാജാവിനെ ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ. എന്തായാലും മിഥിലയിൽ വരെ എത്തിയല്ലോ. അഹം വിദേഹം ഇച്ഛാമി, ഞാൻ വിദേഹത്തിലേക്ക് പ്രിയതമം മമ പ്രിയതമം ദ്രഷ്ടും ഇച്ഛാമി, എൻ്റെ പ്രിയതമനായ രാജാവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇത്യുക്വ എന്ന് പറഞ്ഞിട്ട് മിഥിലാം, മിഥിലയിലേക്ക് രാജൻ സംബോധനയാണ്. വിവേശ യദുനന്ദന, യദുനന്ദനായ ബലരാമൻ മിഥിലയിലേക്ക് പ്രവേശിച്ചു. അഹം വിദേഹമിച്ഛാമി ദ്രഷ്ടും പ്രിയതമം മമ ഇത്യുക്ത്വാ മിഥിലാം രാജൻ വിവേശ യദുനന്ദനാം. അഹം വിദേഹമിച്ഛാമി ദ്രഷ്ടും പ്രിയതമം മമ ഇത്യുക്ത്വാ മിഥിലാം രാജൻ വിവേശ യദുനന്ദനാം. തം ദൃഷ്ട്വാ സഹസോദ്ധായ മൈഥില പ്രീതമാനസാം അർഹയാമാസ വിധിവത് അർഹണീയം സമർഹണൈ. തം ദൃഷ്ട്വാ, അവനെ കണ്ടിട്ട്, സഹസാ ഉദ്ധായ, പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, മൈഥില, മിഥിലാധിപതിയായ രാജാവ്, പ്രീതമാനസ, സന്തുഷ്ടമനസ്കനായിട്ട്, അർഹയാമാസ, പൂജിച്ചു, വിധിവത്, വിധിപൂർവം, അർഹണീയം, പൂജിക്കേണ്ടവനായ അവനെ, സമർഹണൈഹി, ഏറ്റവും സമ്യക്കായ അർഹണങ്ങളെ കൊണ്ട്. അർഹണങ്ങൾ എന്ന് പറയുമ്പോൾ അർഘ്യം, പാദ്യം, ആചമനം, പിന്നെന്താണ്, പുഷ്പം, ധൂപം, ദീപം, ഗന്ധം, മാല്യം, ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ആവാം. അങ്ങനെയുള്ള അർഹണങ്ങളെ കൊണ്ട്, സമർഹണൈഹി അർഹണീയം വിധിവത് അർഹയാമാസ, അർഹണങ്ങളെ കൊണ്ട്, പൂജാദ്രവ്യങ്ങളെ കൊണ്ട് പൂജ അർഹിക്കുന്നവനായ അവനെ വിധിപൂർവം പൂജിച്ചു മിഥില ചക്രവർത്തി. തം ദൃഷ്ട്വാ സഹസോദ്ധായ മൈഥില പ്രീതമാനസ അർഹയാമാസ വിധിവത് അർഹണീയം സമർഹണൈ. തം ദൃഷ്ട്വാ സഹസോദ്ധായ മൈഥില പ്രീതമാനസ അർഹയാമാസ വിധിവത് അർഹണീയം സമർഹണൈ. ഉവാസ തസ്യാം കതിചിൻ മിഥിലായാം സമാവിഭൂ മാനിത പ്രീതിയുക്തേന ജനകേന മഹാത്മനാം. തതോ അശിക്ഷത് ഗതാം കാലേ ധാർത്തരാഷ്ട്രസുയോധനാം. ഉവാസ, വസിച്ചു, തസ്യാം, അവിടെ, ആ മിഥിലയിൽ, കതിചിത്, കുറച്ച്, മിഥിലായാം, മിഥിലയിൽ, തസ്യാം, മിഥിലായ, ആ മിഥിലയിൽ, കതിചിത് സമാഹ, സമം എന്ന് വെച്ചാൽ വർഷം എന്നർത്ഥം. കതിചിത് സമാഹ, കുറച്ച് വർഷങ്ങൾ. സമാ എന്ന് പറഞ്ഞാൽ വർഷം എന്നർത്ഥമുണ്ട്. കതിചിത് സമാഹ, കുറച്ച് വർഷങ്ങളോളം, വിഭുവായ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനായ ബലരാമൻ കുറച്ച് വർഷങ്ങൾ അവിടെ താമസിച്ചു. മാനിത പ്രീതിയുക്തേന ജനകേന മഹാത്മന, മഹാത്മനാ ജനകേന പ്രീതിയുക്തേന മാനിത, മഹാത്മാവായ ജനകനാൽ പ്രീതിപൂർവം മാനിക്കപ്പെട്ട് അവിടെ ബഹുമാനിതനായി കുറച്ചു കാലം താമസിച്ചു. തതോ, അപ്പോൾ, അശിക്ഷത്, പഠിപ്പിച്ചു, ഗദാം, ഗദായുധത്തെ, കാലേ, ആ കാലത്തിൽ, ധാർത്തരാഷ്ട്ര സുയോധന, ധൃതരാഷ്ട്രന്റെ പുത്രനായ സുയോധനനെ അവിടെ താമസിച്ച അത്രയും കാലം കൊണ്ട് ഗദായുദ്ധം അഭ്യസിപ്പിച്ചു, പഠിപ്പിച്ചു. തതോ അശിക്ഷത് ഗദാം കാലേ ധാർത്തരാഷ്ട്ര സുയോധന. ഉവാസതസ്യം കതിചിൻ മിഥിലായാം സമാവിഭൂ മാനിത പ്രീതിയുക്തേന ജനകേന മഹാത്മനാം. തതോ ശിക്ഷത് ഗദാം കാലേ ധാർത്തരാഷ്ട്ര സുയോധനാം. ഉവാസതസ്യം കതിചിൻ മിഥിലായാം സമാവിഭൂ മാനിത പ്രീതിയുക്തേന ജനകേന മഹാത്മനാം. തതോ ശിക്ഷത് ഗദാം കാലേ ധാർത്തരാഷ്ട്ര സുയോധനാം.
ഉവാഫതസ്യം കഥചൻ മിഥിലായം സമാവിഭൂ മാനിതപ്രീതിയുക്തേന ജനകേന മഹാത്മന തതോ ശിക്ഷദ്ഗതാം കാലേ ധർത്തരാഷ്ട്രസുയോധനാം കേശവോ ദ്വാരകാമേത്യാനിധനം ശതധന്വനാം അപ്രാപ്തിം ജമണേ പ്രാഹ പ്രിയായ പ്രിയകൃത് വിഭൂ. കേശവ കൃഷ്ണൻ ദ്വാരകാമേത്യ ദ്വാരകയിലെത്തിയിട്ട് ശതധന്വനഃ നിധനം ശതധന്വാവിനെ കൊന്ന കഥ, അപ്രാപ്തിഞ്ച മണേഹി മണി ലഭിക്കാത്ത കാര്യവും പ്രാഹ പറഞ്ഞു പ്രിയായാഹ പ്രിയയായ സത്യഭാമയോട്. പ്രിയകൃത് വിഭു പ്രിയത്തെ ചെയ്യുവാൻ ആഗ്രഹിച്ചവനായ സർവവ്യാപിയായ ഭഗവാൻ, വിഭുവായ ഭഗവാൻ. പ്രിയകൃത്ത് വിഭു പ്രിയം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനായ വിഭുവായ ഭഗവാൻ ദ്വാരകയിലെത്തി ശതധന്വാവിനെ കൊന്ന കാര്യവും മണി കിട്ടാത്ത കാര്യവും സത്യഭാമയെ അറിയിച്ചു. കാരണം സത്യഭാമയ്ക്ക് ഇപ്പൊ സമാധാനമാവും, തൻ്റെ അച്ഛനെ കൊന്ന ആളിനെ കൊന്നല്ലോ. അതുകൊണ്ട് ഈ കഥ വന്ന് സത്യഭാമയോട് അറിയിച്ചു. കേശവോ ദ്വാരകാമേത്യാനിധനം ശതധന്വനാം അപ്രാപ്തിം ജമണേ പ്രാഹ പ്രിയായ പ്രിയകൃത് വിഭൂ. കേശവോ ദ്വാരകാമേത്യാനിധനം ശതധന്വനാം അപ്രാപ്തിം ജമണേ പ്രാഹ പ്രിയായ പ്രിയകൃത് വിഭൂ. തതഃ സ കാരയാമാസ ക്രിയാ ബന്ധോർഹതസ്യ വൈ ഫാഗം സുഹൃത് ഭഗവാൻ യായ അസ്യുസ്സാംബരായിക. തത അനന്തരം സഹ ആ കൃഷ്ണൻ കാരയാമാസ ചെയ്യിച്ചു, ക്രിയാഹ ക്രിയകൾ, ബന്ധോഹു ഹതസ്യ വൈ ഹതസ്യ ബന്ധോഹു കൊല്ലപ്പെട്ടവനായ തൻ്റെ ബന്ധു, തൻ്റെ ബാന്ധവയുടെ പിതാവ്, തൻ്റെ ബന്ധുവാണല്ലോ, തൻ്റെ അമ്മായിയച്ഛൻ്റെ ക്രിയകളൊക്കെ മരണാനന്തര ക്രിയകൾ അതെല്ലാം കാര്യാമാസ ചെയ്യിച്ചു. ഫാഗം സുഹൃദ്ഭിഹി സുഹൃത്തുക്കളോടൊപ്പം ഭഗവാൻ യാഹ യാഹ യാതൊന്നാണോ വേണ്ടത്, സ്യുഹു സാംപരായികാഹ സാംപരായികം പരലോകത്തിലേക്ക് വേണ്ടത്, സാംപരായികാഹ സാംപരായികം പരലോകം, പരലോകത്തിലേക്ക് വേണ്ടുന്ന യാഹ ക്രിയാഹ യാതൊരു ക്രിയകളാണോ അതൊക്കെ സ്യുഹു ചെയ്തു, സുഹൃത്തുക്കളോടൊപ്പം ഭഗവാൻ ചെയ്തു അർത്ഥം. കാരണം സത്യഭാമയുടെ പിതാവിൻ്റെ ക്രിയകളൊന്നും നടന്നില്ല. ആൺമക്കളില്ലാത്തത് കൊണ്ട് സത്യഭാമയെ കൊണ്ട് സുഹൃത്തുക്കളോടും ചേർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ആ സാമ്പരാഗിക ക്രിയകളൊക്കെ വിധിപൂർവ്വം എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യിച്ചു. തതഃ സകാരയാമാസ ക്രിയാഃ ബന്ധോർഹതസ്യ വൈ ഫാഗം സുഹൃദ് ഭഗവാൻ യാ സ്യുസ്സാംബരായികാം. തതഃ സകാരയാമാസ ക്രിയാ ബന്ധോർഹതസ്യ വൈ ഫാഗം സുഹൃദ് ഭഗവാൻ യാ സ്യുസ്സാംബരായികാഃ. അക്രൂരകൃതവർമാജാ ശ്രുത്വാ ശതധനോർവധം യൂഷതുർഭയവിത്രസ്തൗ ദ്വാരകായ പ്രയോജകൗ. അക്രൂരകൃതവർമാച അക്രൂരനും കൃതവർമാവും ശ്രുത്വാ ശതധനൂഹു വധ ശതധനുവിനെ വധിച്ച കഥ അറിഞ്ഞു. യൂഷതുഹു ഓടിപ്പോയി, ഒളിച്ചോടിപ്പോയി. യൂഷതുഹു ഭയവിത്രസ്തൗ കാരണം ശ്രീകൃഷ്ണൻ ശതധന്വാവിനെ കൊന്നു. ഇനിയും കൊല്ലേണ്ട രണ്ടുപേരെ കൃതവർമാവും അക്രൂരനുമാണ്. പക്ഷെ 3 പേരും കൂടെ ആണല്ലോ ഈ മണിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കഥ മുഴുവൻ. ഞങ്ങളെയും കൊല്ലും എന്ന് ഉറപ്പായതുകൊണ്ട് അവർ പേടിച്ച് വിത്രസ്തൗ പേടിച്ചവരായ 2 പേരും വ്യൂഷതുഹു ഓടിപ്പോയി. ദ്വാരകായാഹ ദ്വാരകയിൽ നിന്നും പ്രയോജകൗ പ്രേരിപ്പിച്ചവരായവർ, എല്ലാവരാലും പ്രേരിപ്പിക്കപ്പെട്ടവരായവർ 2 പേരും ശതധന്വാവെന്ന വർണ്ണവൃത്താന്തം അറിഞ്ഞിട്ട് ദ്വാരകയിൽ നിന്നും പേടിച്ച് ഓടിപ്പോയി 2 പേരും നിർത്തും.
കാരണം ശതധന്വാവിനെ കൊല്ലില്ല എന്നാണ് അക്രൂരനും കൃതവർമാവും വിചാരിച്ചത്. കാരണം യാദവനാണല്ലോ, സ്വന്തം വംശത്തിലുള്ളവനാണ് ശ്രീകൃഷ്ണൻ. സ്വന്തം വംശത്തിലുള്ള യാദവന്മാരെ കൊല്ലില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ശിക്ഷിക്കും, പേടിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. വധിക്കും എന്ന് ധരിച്ചില്ല. ഇത് അവർക്ക് വളരെയധികം പേടിയുണ്ടാക്കി. ഇനിയും ഈ കുറ്റം നമ്മളെയും ശിക്ഷിക്കുമോ എന്നൊരു പ്രേരണ കുറ്റം അവരിലുണ്ടായി. അതുകൊണ്ടാണ് അവർ ഓടിപ്പോയത്. പക്ഷെ തൻ്റെ ഭക്തനെ കൊല്ലാൻ ശ്രീകൃഷ്ണൻ ആഗ്രഹിച്ചിട്ടില്ല, അത് സത്യമാണ്. കൃതവർമാവിനെ ശിക്ഷിച്ചാൽ പോലും അക്രൂരനെ ശിക്ഷിക്കണം എന്നല്ലാണ്ട് അവനെ കൊല്ലും എന്നൊരിക്കലും കൃഷ്ണൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഉപേക്ഷിച്ചു. കാരണം അവരുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് രണ്ടുപേരെയും തൽക്കാലം കൃഷ്ണൻ ഉപേക്ഷിച്ചു എന്നേ ധരിക്കേണ്ടതുള്ളൂ. ഇതുകൊണ്ടേനർത്ഥം. അക്രൂര കൃതവർമാചാശ്രുത്വാ ശതധനോർവധം വ്യൂഷതു ഭയവിത്രസ്തൗ ദ്വാരകായ പ്രയോജകവും. അക്രൂര കൃതവർമാചാശ്രുത്വാ ശതധനോർവധം വ്യൂഷതു ഭയവിത്രസ്തൗ ദ്വാരകായ പ്രയോജകവും. അക്രൂര കൃതവർമാചശ്രുത്വാ ശതധനോർവധം വ്യൂഷതു ഭയവിത്രസ്തൗ ദ്വാരകായ പ്രയോജകവും. അക്രൂരേ പ്രേഷിതേ അരിഷ്ടാനി ആസൻ വൈ ദ്വാരകൗകസാം ശാരീരമാനസസ്താപാഃ മുഹുർദൈവിക ഭൗതികാഃ. അക്രൂരെ പ്രോഷിതേ, അക്രൂരൻ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞപ്പോൾ, ദ്വാരകയിൽ നിന്നും അക്രൂരൻ പോയി കഴിഞ്ഞപ്പോൾ, അരിഷ്ടാനി ആസൻ, അവിടെ കുറെ അരിഷ്ടതകൾ ആസൻ ഉണ്ടായി. അരിഷ്ടതകൾ, ദുഃഖങ്ങൾ, താപങ്ങൾ, വിഷമങ്ങൾ, ഇതൊക്കെയാണ് അരിഷ്ടതകൾ. വൈ, തീർച്ചയായിട്ടും. ദ്വാരകൗകസാം, ദ്വാരകാവാസികൾക്ക് കുറെ അരിഷ്ടതകൾ ഉണ്ടായി അക്രൂരൻ അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ. അതെങ്ങനെയൊക്കെയാണ്? ശാരീരമാനസാസ്താപാഃ, ശാരീരികമായ താപങ്ങൾ, മാനസികമായ താപങ്ങൾ, മുഹുർദൈവിക ഭൗതികാഃ, ആധിദൈവിക ദുഃഖങ്ങൾ, ആധിഭൗതിക ദുഃഖങ്ങൾ എന്ന് വേണ്ട. അക്രൂരൻ പോയി കഴിഞ്ഞപ്പോൾ മുതൽ ദ്വാരകയിൽ പലതരത്തിലുള്ള ദുഃഖങ്ങളുണ്ടായി. അക്രൂരൻ പോയത്, ഇവിടുന്ന് ഒളിച്ചോടിപ്പോയത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്, കാശിക്കാണ് പോയത്. അവിടെ പോയി അദ്ദേഹം പേരൊക്കെ ഒന്ന് മാറ്റിയിട്ട് ദാനവതി എന്നൊരു പേര് സ്വീകരിച്ച് മഹാബ്രാഹ്മണരെ കൊണ്ട് ഒത്തിരി യജ്ഞങ്ങളും യാഗങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്യിച്ച് കർമ്മ വഴിയെ കൂടി സഞ്ചരിച്ചിട്ടാണ് കാശിയിൽ പോയി അദ്ദേഹം താമസിക്കുന്നത്. ഇതൊക്കെ കൃഷ്ണൻ അറിയാം. അക്രൂരൻ എവിടെയാ പോയത്, എന്ത് ചെയ്യുന്നൊക്കെ അറിയാം ശരിക്കും. പക്ഷെ ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ നടിച്ചിരിക്കുകയാണ്. അപ്പം അക്രൂരനെ ഇവിടുന്ന് പറഞ്ഞയച്ചത് കൃഷ്ണനാണ് എന്നൊരു കിംവദന്തി പിന്നെയും വരുന്നു. നോക്കുകയാണെങ്കിൽ മണിയുടെ കഥ കഴിഞ്ഞു, ഇപ്പൊ അക്രൂരനെ പറഞ്ഞയച്ച കൃഷ്ണൻ. കാരണം കൃഷ്ണനെ പിടിച്ച് ആര് പോയത്? അക്രൂരൻ പോയത്. അപ്പൊ ഉറപ്പാണ് ഇതിന്റെ ഒരു ആക്ഷേപവും കൃഷ്ണനിലേക്ക് വന്നു. കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് ശാരീരികവും മാനസികവും ആധ്യാത്മികവും ആധിഭൗതികവും ആധിദൈവികവുമായ ദുഃഖങ്ങളൊക്കെ. ഇത് ദ്വാരകാവാസികൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമയ്ക്ക് പോലും സംശയം തോന്നി, ബെല്ലാവനും തോന്നി. അക്രൂരൻ ഇവിടുന്ന് പോയ പിന്നാണ് ഇവിടെ കുറെ ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങിയെന്നർത്ഥം. എന്താണ്? പലതരത്തിലുള്ള ദുഃഖങ്ങൾ, പലർക്കും മാനസികമായ പീഡകൾ, രോഗങ്ങൾ, ഗ്രഹപ്പഴകൾ, ആപത്തുകൾ, അടിക്കടി അപകടങ്ങൾ, എന്താണ് ഭൂകമ്പങ്ങള്, ആധിവ്യാധികള്, അനാവൃഷ്ടി, അതിവൃഷ്ടി എന്ന് വേണ്ട കുറേ ദുരിതങ്ങളുടെ കൂട്ടങ്ങൾ ഒന്നിച്ച് ദ്വാരകയിൽ വന്നിരുന്നു. ഇത് കണ്ടപ്പോൾ ജനങ്ങൾ വിചാരിച്ചു, ഒരു ഭക്തനായ അക്രൂരനെ ഇവിടുന്ന് പറഞ്ഞയച്ചതിന്റെ പരിണത ഫലമാണ് ദ്വാരകയിൽ അനുഭവിക്കുന്നതെന്ന് എല്ലാവരും പറയാൻ ഇടയാവുകയും ചെയ്തു. അക്രൂരേ പ്രോഷിതേ അരിഷ്ടാനി ആസൻ വൈ ദ്വാരകൗകസാം ശാരീരമാനസാസ്താപ മുഹുർദൈവിക ഭൗതികാഃ. അക്രൂരേ പ്രോഷിതേ അരിഷ്ടാനി ആസൻ വൈ ദ്വാരകൗകസാം ശാരീരമാനസാസ്താപ മുഹുർദൈവിക ഭൗതികാഃ. ഇത്തങ്കോപദിശന്ധ്യേകേ വിസ്മത്യ പ്രാഗുദാഹൃതം മുനിവാസനിവാസേകിം ഖടേത അരിഷ്ടദർശനം ഇതി അംഗ
ഉപദിശന്തി ഏകേ ഇത്യംഗോപദിശന്ത്യേകേ ഇതി അംഗ ഉപദിശന്തി ഏകേ. അംഗ എന്നുള്ള സംബോധനയാണ്. രാജാവിനെ വിളിച്ചാണ്, ഹേ പൂജ്യനായ രാജാവേ എന്ന് വിളിച്ചാണ് അംഗ. ഉപദിശന്തി, ഉപദേശിക്കുന്നു, പറയുന്നു. ഏകേ, ചിലരിങ്ങനെ പറയുന്നു. എന്താണ് പറയുന്നത്? വിസ്മൃത്യ പ്രാഗ് ഉദാഹൃതം, മുമ്പേ ഉദാഹരിക്കപ്പെട്ടതിനെയൊക്കെ മറന്നിട്ട്. പ്രാഗ് ഉദാഹൃതം വിസ്മൃത്യ, അക്രൂരൻ പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നുള്ള ആ ഉദാഹരണങ്ങളെയൊക്കെ അവര് എന്ത് ചെയ്തിട്ടു? മറന്നിട്ട്. വിസ്മൃത്യ മുനിവാസ നിവാസേ, മുനികളുടെ വാസസ്ഥാനമായിരിക്കുന്ന മുനിവാസ നിവാസേ, എല്ലാ മുനികളുടെയും വാസസ്ഥാനം ശ്രീകൃഷ്ണൻ ഇരിക്കുന്നിടത്താണ്. അങ്ങനെ മുനിവാസങ്ങൾക്ക് നിവാസമായ കൃഷ്ണൻ ഇവിടെ ഇരിക്കുമ്പോൾ അരിഷ്ടദർശനം കിം ഖടേത, ഈ ആപത്തുകളും അരിഷ്ടങ്ങളും എങ്ങനെ യോജിക്കും? ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുന്നിടത്ത് ഈ അരിഷ്ടതകളും ദുഃഖങ്ങളും ഉണ്ടാവില്ലല്ലോ. എല്ലാ മുനികളും ആവസിക്കുന്ന ഭഗവാനിലാണ്. ആ ഭഗവാൻ ഇപ്പൊ ഇവിടെ ദ്വാരകയിലുണ്ട്. ഭഗവാൻ ദ്വാരകയിലുള്ളപ്പോൾ ദ്വാരകയ്ക്ക് ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് വേറെ ചിലർ പറഞ്ഞു. ഒരു കൂട്ടർ പറഞ്ഞു അക്രൂരനെ പറഞ്ഞയച്ചുകൊണ്ടാണ് ഈ കാണുന്ന ദുർനിമിത്തങ്ങളൊക്കെ. അപ്പൊ വേറൊരു കൂട്ടർ പറഞ്ഞു കൃഷ്ണനുള്ളപ്പോൾ എന്ത് ദുർനിമിത്തം ഉണ്ടാവാനാണ്? അക്രൂരൻ പോയത് കൊണ്ടൊന്നുമല്ല, ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരക ഭരിക്കുന്നിടത്തോളം ദുർനിമിത്തങ്ങളോടെ ഉണ്ടാവില്ല എന്ന് വേറെ ചിലർ പറഞ്ഞു. ഇത്യംഗോപദിശന്ത്യേകേ വിസ്മൃത്യ പ്രാഗുദാഹൃതം മുനിവാസ നിവാസേ കിം ഖടേതാരിഷ്ടദർശനം. ഇത്യംഗോപദിശന്ത്യേകേ വിസ്മൃത്യ പ്രാഗുദാഹൃതം മുനിവാസ നിവാസേ കിം ഖടേതാരിഷ്ടദർശനം. ഇത്യംഗോപദിശന്ത്യേകേ വിസ്മൃത്യ പ്രാഗുദാഹൃതം മുനിവാസ നിവാസേ കിം ഖടേതാരിഷ്ടദർശനം. അപ്പൊ ഇവിടെ ഈ ദ്വാരകയുടെ അരിഷ്ടത ഉണ്ടായെങ്കിൽ ശ്രീകൃഷ്ണന്റെ പ്രേരണ കൊണ്ട് മാത്രമാണ്. ശ്രീകൃഷ്ണൻ ഇരിക്കുന്നിടത്ത് ഉണ്ടാകുന്നുവെങ്കിൽ ശ്രീകൃഷ്ണ ദോഷം കൊണ്ടല്ല, ദ്വാരക അനുഭവിക്കേണ്ടതാണ്. അത്രേ ഉള്ളൂ. ദ്വാരകാ നിവാസികളുടെ കർമ്മഫലങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അതിനാരെയും വഴി പറഞ്ഞിട്ട് കാര്യമില്ല. അക്രൂരൻ പോയത് കൊണ്ടോ കൃഷ്ണൻ ഇരിക്കുന്നുണ്ടോ ഒന്നുമല്ല എന്ന് വേറെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു എന്നാണ്. ദേവേ വർഷതി കാശീശസ്വഫൽക്കായ ആഗതായ വൈ ഫുഫുദാം ഗാന്ധിനീം പ്രാതാത്തതോ വർഷസ്മകാശിഷു. ഇനി ഒരു പഴയ കഥ പറയാണ്. ദേവേ അവർഷതി, ഇന്ദ്രദേവൻ മഴ പൊഴിക്കാതിരുന്നപ്പോൾ, ദേവേ അവർഷതി, അവർഷതി വർഷിക്കാതിരിക്കാൻ. ഇന്ദ്രൻ കുറെ കാലം മഴ പൊഴിക്കാതിരുന്നപ്പോൾ കാശീശ, കാശി രാജാവ്, സ്വഫൽക്കായ ആഗതായ, ആഗതായ സ്വഫൽക്കായ, അവിടേക്ക് ആഗതനായ സ്വഫൽക്കനായിക്കൊണ്ട്, അക്രൂരന്റെ പിതാവിന്റെ പേരാണ് സ്വഫൽക്കൻ. സ്വഫൽക്കായ ആഗതായ, കാശിയിലേക്ക് വന്നു ചേർന്ന സ്വഫൽക്കനായിക്കൊണ്ട്, ഫുഫുതാം ഗാന്ധിനിയും, കാശി രാജാവിന്റെ പുത്രിയായ ഗാന്ധിനിയെ പ്രാതാർ കൊടുത്തു. തതോ അവർഷസ്മകാശിഷു, അപ്പോൾ കാശിയിൽ അവർഷത് മഴ പെയ്തു. കാശിഷു, കാശി രാജ്യങ്ങളിൽ. ഇങ്ങനെ പൂർവ്വകഥയുണ്ട്. അക്രൂരന്റെ പിതാവിന് മഴ പെയ്യിക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ്. ആ പിതാവിന്റെ മകനാണല്ലോ അക്രൂരനും. അപ്പൊ അക്രൂരൻ ഇവിടുന്ന് പോയത് കൊണ്ട് തന്നെയാണ് എന്ന് ഒരു പൂർവ്വകഥ ഉദാഹരിച്ചുകൊണ്ട്, സ്വഫൽക്കന്റെ പുത്രനാണ് അക്രൂരൻ. ഗാന്ധിനിയുടെ, ഗാന്ധിനി അമ്മയാണ്. അപ്പൊ സ്വഫൽക്കന്റെയും ഗാന്ധിനിയുടെയും പുത്രനാണ്. ഈ ഗാന്ധിനി കാശിരാജാവിന്റെ മകളാണ്. ഇദ്ദേഹത്തെ എങ്ങനെ കിട്ടി? ഒരിക്കൽ സ്വഫൽക്കൻ കാശിരാജ്യത്ത് നിന്നപ്പോൾ അവിടെ അനാവൃഷ്ടിയാണ്, മഴയില്ല കുറെ കാലമായി. അപ്പൊ കാശിരാജാവ് ഇദ്ദേഹത്തെ വിളിച്ച് ആദരിച്ചിരുത്തി സ്വീകരിച്ചിട്ട് തന്റെ മകളായ ഗാന്ധിനിയെ വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ മുതൽ
അവിടെ അതിഗംഭീരമായ മഴ പെയ്യും. എല്ലാവർക്കും വളരെ സന്തോഷമായി. അന്നു മുതൽ ശൊഭൽക്കന് മഴ പെയ്യിക്കുന്ന ഒരു വലിയ യതിയാണ്, മുനിയാണെന്നൊരു പേരും കിട്ടി. ആ ശൊഭൽക്കന്റെ പുത്രനാണ് നമ്മുടെ അക്രൂരൻ. അപ്പൊ പിന്നെ ഈ അക്രൂരൻ ഒരു ദിക്കിൽ നിന്നും പോയാൽ അവിടെ അതിവൃഷ്ടിയും അനാവൃഷ്ടിയും ഉണ്ടാകുക എന്നുള്ളത് സംഭവ്യമാണ്. ദേവേ അവർഷധികാശീശോഭൽക്കായ അഗതായ വൈ ഫുഫുദാം ഗാന്ധിനീം പ്രാദാത്തതോ വർഷസ്മകാശിഷു. ദേവേ അവർഷധികാശീശോഭൽക്കായ അഗതായ വൈ ഫുഫുദാം ഗാന്ധിനീം പ്രാദാത്തതോ വർഷസ്മകാശിഷു. ദേവേ അവർഷധികാശീശോഭൽക്കായ അഗതായ വൈ ഫുഫുദാം ഗാന്ധിനീം പ്രാദാത്തതോ വർഷസ്മകാശിഷു. തത്സുതസ്തത്പ്രഭാവോഫൗ അക്രൂരോ യത്ര യത്ര ദേവോഭിവർഷതേ തത്ര നോപതാപ നമാരികാഃ. തത്സുതഃ ആ ശൊഭൽക്കന്റെ പുത്രൻ, തത്പ്രഭാവോ ആ പിതാവിന്റെ പ്രഭാവമുള്ളവനാണ്, ആ പിതാവിന്റെ കഴിവുള്ളവനാണ്. അഫൗ അക്രൂര ഈ അക്രൂരൻ. തത്സുതഃ തത്പ്രഭാവോ അഫൗ അക്രൂര. തത്സുതനായ ശൊഭൽക്കന്റെ പുത്രനായ, തത്പ്രഭാവോ ആ പ്രഭാവം ഉള്ളവനായ, അഫൗ അക്രൂര ഈ അക്രൂരൻ എത്ര എത്ര എവിടെവിടെയുണ്ടോ, ദേവോ അഭിവർഷതേ തത്ര അവിടെ ഇന്ദ്രദേവൻ മഴ പൊഴിക്കുക തന്നെ ചെയ്യും. ദേവോ അഭിവർഷതേ ദേവൻ അവിടെ വർഷിക്കുന്നു. തത്ര ന ഉപതാപാഹ അവിടെ ഉപതാപങ്ങളൊന്നും ഉണ്ടാവില്ല. ന മാരികാഹ മരിപ്പിക്കുന്ന പകർച്ചവ്യാധികൾ, അതിനെയാണ് മാരിക. അതിനെ ഇപ്പം നമ്മള് മഹാമാരി എന്നൊക്കെ വിളിക്കുന്നത്, മരിപ്പിക്കുന്ന വഫൂരി മുതലായ രോഗങ്ങളായിരുന്നു അക്കാലത്തെ മഹാമാരി അല്ലെങ്കിൽ മാരിക. അപ്പം മരിപ്പിക്കുന്നതായ രോഗങ്ങളൊന്നും അക്രൂരൻ എവിടെയുണ്ടോ അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അക്രൂരൻ ഇവിടുന്ന് പോയപ്പോഴാണ് ഇവിടെ ഈ മഹാമാരിയും ഭൂകമ്പവും അതിവൃഷ്ടിയും അനാവൃഷ്ടിയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് എന്ന് വേറെ ചെല്ല് പിന്നെയും പറയാൻ പറയും. തത്സുതസ്തത്പ്രഭാവോഫൗ അക്രൂരോ യത്ര യത്ര ദേവോഭിവർഷതേ തത്ര നോപതാപാനമാരികാ. തത്സുതസ്തത്പ്രഭാവോഫൗ അക്രൂരോ യത്ര യത്ര ദേവോഭിവർഷതേ തത്ര നോപതാപാനമാരികാ. തത്സുതസ്തത്പ്രഭാവോഫൗ അക്രൂരോ യത്ര യത്ര ദേവോഭിവർഷതേ തത്ര നോപതാപാനമാരികാ. ഇതി വൃദ്ധവചശ്രുത്വാ നൈതാവതിഹ കാരണം ഇതി മത്വാ സമാനീയ പ്രാഹ ക്രൂരം ജനാർദ്ദനം. ഇത് വൃദ്ധവചശ്രുത്വ എന്ന് അവിടെയുള്ള വൃദ്ധന്മാരുടെ വാക്ക് കേട്ടപ്പോൾ അവിടെയുള്ള പഴയ പല വൃദ്ധന്മാരും ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ഈ അക്രൂരനെ ഞങ്ങൾക്കറിയാം, അക്രൂരന്റെ പിതാവിനെ ഞങ്ങൾക്കറിയാം, അവരുള്ളിടത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവർ പോയതാണ് പറ്റ കുഴപ്പം എന്നുള്ള വൃദ്ധന്മാരുടെ വാക്ക് കേട്ടിട്ട് ന ഏതാവതിഹ കാരണം ഇതല്ല കാരണം എന്ന് കൃഷ്ണൻ അറിയാം. നൈതാവതിഹ കാരണം ഇവിടെ ഇപ്പോൾ ഈ മഹാമാരി ഉണ്ടാവാൻ കാരണം ഇതൊന്നുമല്ല, അക്രൂരൻ പോയതുകൊണ്ടൊന്നുമല്ല. ഇത് മത്വ എന്നറിഞ്ഞിട്ടും സമാനീയ പ്രാഹ അക്രൂരം ജനാർദ്ദന ജനാർദ്ദനായ കൃഷ്ണൻ അക്രൂരനെ ആളിനെ വിട്ട് തിരിച്ചു വിളിപ്പിച്ചു. ഇനി ആൾക്കാരുടെ സംശയം നിന്നോട്ട് നോക്കൂ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇന്നിപ്പം നടക്കുന്ന അതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചിട്ടാണ് കൃഷ്ണന്റെ ഈ ഗാർഹസ്ഥ്യ ജീവിതത്തിലേക്കുള്ള പോക്ക്. ഒരു ചെമന്തകമണിയെക്കുറിച്ചുള്ള അപവാദം ഒരു കണക്കിന് പരിഹരിച്ചപ്പോൾ ഇതാ ജനങ്ങളെല്ലാം കൂടെ പറയാൻ തോന്നി. അക്രൂരൻ കൃഷ്ണൻ പറഞ്ഞ വെച്ചല്ല, കൃഷ്ണൻ ഇങ്ങനെയുള്ള അപവാദങ്ങൾ ഒത്തിരി ഭൗതിക ലോക ജീവിതത്തിൽ ആർക്കും നേരിടേണ്ടി വരാം എന്ന് കൃഷ്ണൻ തന്നെ നേരിട്ട് നമ്മെ കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ അതിന് പരിഹാരം കാണണമല്ലോ. അപ്പൊ തന്നെ അക്രൂരനെ വിളിച്ചു വരുത്തി ജനങ്ങളെ വിശ്വസിപ്പിക്കണ്ടേ. ഇതി മത്വാ സമാനീയ പ്രാഹ ക്രൂരം ജനാർദ്ദന ഇതി വൃദ്ധവചശ്രുത്വാ നൈതാവതിഹ കാരണം ഇതി മത്വാ സമാനീയ പ്രാഹ ക്രൂരം ജനാർദ്ദന ഇതി വൃദ്ധവചശ്രുത്വാ നൈതാവതിഹ കാരണം ഇതി മത്വാ സമാനീയ പ്രാഹ ക്രൂരം ജനാർദ്ദന പൂജയിത്വാ അഭിഭാഷ്യൈനം
കഥയിത്വാ പ്രിയാ കഥാ വിജ്ഞാതാഖിലചിത്തജ്ഞഃ മയമാന ഉവാചഃ. പൂജയിത്വാ അക്രൂരനെ പൂജിച്ചു. അഭിഭാഷ്യ ഏനം അവനോട് പറഞ്ഞു. അഭിഭാഷ്യ പറഞ്ഞിട്ട് കഥയിത്വാ പ്രിയാ കഥാ അവന് പ്രിയപ്പെട്ട പല കഥകളും അവനോട് പറഞ്ഞിട്ട് വിജ്ഞാത അഖില ചിത്തജ്ഞ എല്ലാവരുടെയും ചിത്തം അറിയുന്നവനായ ഭഗവാൻ, വിജ്ഞാതം അറിയപ്പെട്ടവൻ, അഖില ചിത്തജ്ഞൻ എല്ലാവരുടെയും ചിത്തത്തെ അറിയുന്നവനായ ഭഗവാൻ സ്മയമാന ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഉവാച ഇങ്ങനെ പറഞ്ഞുവല്ലോ എന്നാണ്. അക്രൂരൻ അരികെ വന്നിരുന്നപ്പോൾ ഭഗവാൻ സന്തോഷമായി. അപ്പം ഒരു അതിഥി വന്നതുപോലെ, ഒരു ഭക്തനെ സ്വീകരിക്കുന്ന പോലെ ആചാര്യമര്യാദകൾ ചെയ്ത് സൽക്കരിച്ചു, സ്വീകരിച്ചു. ഇത്രയും കാലം കാണാതിരുന്ന ദുഃഖമൊക്കെ അറിയിച്ചു. കഷ്ടമായിപ്പോയി അക്രൂര, കുറെ കാലമല്ലോ കണ്ടിട്ട്, ഇങ്ങനെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോകുന്ന കഷ്ടമല്ലേ എന്നൊക്കെ അക്രൂരനോട് കുറച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. ഇതിന് ശേഷം ഇവിടെ ഇതുവരെ കഴിഞ്ഞ സംഭവകഥകളൊക്കെ അക്രൂരനോട് പറഞ്ഞു. ഇതൊക്കെ എനിക്കറിയാം, എങ്കിൽ പോലും ശമന്തകമണിയിൽ എനിക്ക് അല്പം പോലും ആശങ്കയില്ല. ആ മണി എവിടെ പോയി എന്ന് ആശങ്കയില്ല. ആ മണിയോടുകൂടി തന്നെയാണ് അക്രൂരൻ വന്നിരിക്കുന്നതും എന്ന് എനിക്ക് മനസ്സിലായി എന്ന് അക്രൂരൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു. ഈ മണി അക്രൂരന്റെ കയ്യിലുണ്ടെന്നും അക്രൂരന്റെ അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് എനിക്കറിയാം അക്രൂര, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ അങ്ങോട്ട് വന്നപ്പോ എന്റെ ഇല്ലെന്ന് പിന്നെ പറയാൻ പറ്റുമോ? ഇതൊക്കെ അഖില ചിത്തജ്ഞനായ ഭഗവാൻ ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് പറഞ്ഞു, മണി അക്രൂരന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു വ്യക്തമായി പറഞ്ഞിട്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. സ്മയമാന ഉവാച. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ അക്രൂരനോട് പറഞ്ഞു, പൂജയിത്വാഭിഭാഷീനം കഥയിത്വാ പ്രിയാ കഥാ വിജ്ഞാത അഖില ചിത്തജ്ഞ സ്മയമാന ഉവാച. പൂജയിത്വാഭിഭാഷീനം കഥയിത്വാ പ്രിയാ കഥാ വിജ്ഞാത അഖില ചിത്തജ്ഞ സ്മയമാന ഉവാച. നനുദാനപദേ ന്യസ്തസ്ത്വയ്യാസ്തേ ശതധന്വന സ്യമന്തകോ മണിശ്രീമാൻ വിദിതപൂർവമേവ നാം. ഹേ ദാനപദേ, അക്രൂരനെ വിളിച്ചാണ്. ദാനം ചെയ്യുവാൻ ഉള്ള ആൾക്കാരിൽ നീ പതിയാണ്, ഉത്കൃഷ്ടനാണ്, ദാനമാഹാത്മ്യം അറിയുന്നവനാണ് ഹേ അക്രൂര. ന്യസ്തഃ ത്വയി ആസ്തേ ശതധന്വന. ശതധന്വാവിനാൽ ത്വയി ന്യസ്തഃ നിന്നിൽ ഏൽപ്പിച്ചിട്ടല്ലേ ശതധന്വാവ് പോയത്. ആ മണി അത് കയ്യിലുണ്ടല്ലോ. ഇത്രയും അറിഞ്ഞു ചോദിക്കുന്ന ഒരാളുടെ പേര് എങ്ങനെ പറയും? ഈ പോലീസുകാരെ കള്ളന്മാരെ ചോദിക്കുന്നവരാ ചോദിച്ചിരിക്കുന്നത്. അന്ന് ആ ശതധന്വാവ് എന്താണ് ഓടിപ്പോയപ്പോ, കുതിരപ്പുറത്ത് ഓടിപ്പോയപ്പോ മണി ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. ആര് കണ്ടു? ആരും കണ്ടില്ല. പക്ഷെ കൃഷ്ണൻ ചോദിച്ചു, അന്ന് ഏൽപ്പിച്ചിട്ടല്ലേ പോയത്, അതിപ്പോഴും കയ്യിലുണ്ടല്ലോ, വേറെങ്ങും പോയില്ലല്ലോ. ന്യസ്തഃ ത്വയി ആസ്തേ, ഏൽപ്പിച്ചത്, നിന്നിൽ ഏൽപ്പിച്ചത് ആസ്തേ ഉണ്ടല്ലോ ശതധന്വാവിനാൽ. സ്യമന്തകമണി ശ്രീമാൻ വിദിത പൂർവമേവ. ഞാൻ ഇതൊക്കെ നേരത്തെ അറിഞ്ഞ കാര്യമാണ്, എനിക്കിതൊക്കെ അറിയാം. ഈ മണി എവിടേക്ക് പോയി എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്ന് എടോ ദാനപതിയായ അക്രൂര. ശതധന്വാവ് എന്താണ്? ശ്രീമാൻ സ്യമന്തകോമണി, ഐശ്വര്യമുണ്ടാക്കുന്ന സ്യമന്തകമണി നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയതെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അക്രൂരന് മിണ്ടാൻ പറ്റുമോ? ഇല്ല എന്നുള്ള കാര്യം. ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരാളിൽ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നനുദാനപദേ നസ്തസ്ത്വയ്യാസ്തേ ശതധന്വനാം സ്യമന്തകോ മണിശ്രീമാൻ വിദിതപൂർവമേവ നാം. നനുദാനപദേ നസ്തസ്ത്വയ്യാസ്തേ ശതധന്വനാം സ്യമന്തകോ മണിശ്രീമാൻ വിദിതപൂർവമേവ നാം. സത്രാജിതോ അനപത്യത്വാത് ഗൃഹ്ണീയുർദുഹിതുസുതാം ദായം നിനീയാപപിണ്ഡൻ വിമുച്ഛർണം ച ശേഷിതം. സത്രാജിത അനപത്യത്വാത്, സത്രാജിതന് സന്താനമില്ലാത്തത് കൊണ്ട്, അനപത്യനായതുകൊണ്ട്, സന്താനം വെച്ചാൽ ആൺമക്കളില്ലാത്തത് കൊണ്ട്, ഗൃഹ്ണീയുഹു ദുഹിതുസുതാഹ മകളുടെ പുത്രന്മാരെയാണ് സ്വീകരിച്ചിരിക്കുന്നത് സ്വത്തിന് അവകാശമായി. ഗൃഹ്ണീയുഹു സ്വീകരിച്ചു, ദുഹിതുഹു സുതാഹ ദുഹിതുഹു പുത്രിയുടെ,
ഫുതാഹപുത്രന്മാർ, മകളുടെ പുത്രന്മാരെയാണ് എന്ത് ചെയ്യുന്നത്? സത്രാജിത്ത് അനപത്യനായതുകൊണ്ട് ഇനി ശേഷകാര്യങ്ങൾക്ക് വരിച്ചത് മകളുടെ പുത്രന്മാരെയാണ്. ദായം, അതാണ് ദായക്രമം. ദായം എന്ന് പറഞ്ഞാൽ ലഭിക്കേണ്ടത് എന്ന്. പിതൃസ്വത്തിന്റെ അവകാശികൾ ആരാണ് എന്നുള്ളത് ചോദിച്ചാൽ മക്കളാണ്. ആദ്യത്തെ അവകാശികൾ മക്കൾ തന്നെയാണ്. ഇനിയും എന്താ, ഭാര്യ, പുത്രന്മാർ, പുത്രന്മാരുണ്ടെങ്കിൽ പുത്രിമാർ, രണ്ടും ഒരുപോലെയാണ്. അപ്പം ഈ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഒരാളുടെ ധനത്തിന്റെ അവകാശി ഭാര്യയാണ്, പുത്രന്മാരാണ്. ഇനിയും അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ മാതാപിതാക്കന്മാർക്കാണ്, അച്ഛനമ്മമാർക്കാണ്. അവരുമില്ലെങ്കിൽ സഹോദരന്മാർക്കാണ്. ഇനി സഹോദരന്മാരും ഇല്ലെങ്കിൽ സഹോദരപുത്രന്മാർക്കാണ്. അവരുമില്ലെങ്കിൽ ആ ഗോത്രത്തിൽ ജനിച്ച മറ്റാർക്കെങ്കിലും ബന്ധുക്കൾക്ക് സ്വീകരിക്കാം. അവരും വേണ്ടെങ്കിൽ ശിഷ്യന്മാർക്കാവും. എന്നിങ്ങനെ ഒരടുക്കുണ്ട്. പത്നി ദുഹിതരശ്ചൈവ പിതരൗ ഭ്രാതരസ്തഥാ തൽസുതാ ഗോത്രജ ബന്ധുശിഷ്യ സബ്രഹ്മചാരിണ എന്ന സ്മൃതിവചനമുണ്ട്. ആ സ്മൃതി ഉദ്ദേശിച്ചിട്ടാണ് കൃഷ്ണൻ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ സത്രാജിത്തിന്റെ ധനത്തിന്, ദായത്തിന് അവകാശി സത്യഭാമയാണ്. സത്യഭാമയുടെ ഈ സ്വത്തിന്റെ അവകാശികൾ പുത്രന്മാരുമാണ്, എൻ്റെ പുത്രന്മാരാണ്, കൃഷ്ണന്റെ പുത്രന്മാരാണ്. ദായം നിനീയ അപപ്പിണ്ടാൻ, നിനീയ നയിച്ചിട്ട്, അപഹം എന്ന് വെച്ചാൽ വെള്ളം, പിണ്ടാൻ പിണ്ടങ്ങളെ, ഉദകകർമ്മവും പിണ്ടവും ചെയ്യാൻ അവകാശികൾ ഈ സത്യഭാമയുടെ പുത്രന്മാരാണ്. അപ്പോൾ ദായവും അവർക്കുള്ളതാണ്. നിനീയ അപപ്പിണ്ടാൻ വിമുച്യ ഋണം വിമുച്യർണം, വിമുച്യ മോചിപ്പിച്ചിട്ട്, ഋണം കടം, പിതൃ ഋണം എന്നൊരു കടമുണ്ട്. ആ കടം മോചിപ്പിക്കാൻ എൻ്റെ പുത്രന്മാരാണ് അവകാശികൾ. അങ്ങനെയാണെങ്കിൽ ഈ മണിക്ക് അവകാശവും ആർക്കാണ്? സത്യഭാമയുടെ പുത്രന്മാർക്കാണ്. കാരണം ഈ മണി ആരുടെ സ്വത്താണ്? സത്രാജിത്തിന്റെ. സത്രാജിത്തിന്റെ പിണ്ടക്രിയകളും ഉദകകർമ്മവും ഒക്കെ ചെയ്തത് സത്യഭാമയുടെ പുത്രന്മാരാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ സമസ്ത സ്വത്തിനും അവകാശം ആയത് തന്നെയാണ് സത്യഭാമയുടെ പുത്രന്മാരാണ്. അങ്ങനെയെങ്കിൽ അക്രൂര, നിന്റെ കയ്യിലിരിക്കുന്ന മണി ഇപ്പൊ ആരുടെ കൊടുക്കണം? ഈ കൃഷ്ണപുത്രന്മാരിൽ ഏൽപ്പിക്കണം. ഇതാണ് ദായക്രമം എന്ന് വിധിപൂർവ്വം സ്മൃതിവചനങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് കൃഷ്ണൻ അവിടെ സ്ഥാപിച്ചു. സത്രാജിതോ അനവത്യത്വാത് ഗൃഹ്ണേയോർദുഹിതുഫുതാം ദായം നിനീയാപ പിണ്ടൻ വിമുച്ചർണം ച ശേഷിതം. സത്രാജിതോ അനവത്യത്വാത് ഗൃഹ്ണേയോർദുഹിതുഫുതാം ദായം നിനീയാപ പിണ്ടൻ വിമുച്ചർണം ച ശേഷിതം. തഥാപി ദുർധരസ്ത്വന്യേസ്ത്വയ്യാസ്താം സൗവ്രതേ മണി കിന്തു മാമഗ്രജ സമ്യം ന പത്യേതി മണിം പ്രതി. തഥാപി, എന്നാലും ദുർധര, ധരിക്കാൻ വിഷമമുള്ള, ദുർധര തു അന്യൈഹി ത്വയ് ആസ്ത, അന്യൈഹി ദുസ്തരഹ മണി, മറ്റാർക്കും ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത ഈ മണി, സൂറത്തെ, നല്ല വ്രതചര്യമുള്ളവനായ അക്രൂര, ത്വയ് ആസ്താം, നിന്നെ തന്നെ ഇരുന്നോട്ടെ. ഈ മണി ഇവിടെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെയുള്ളവർക്ക് ഈ മണി സൂക്ഷിക്കാൻ തക്ക വ്രതചര്യയില്ല. അക്രൂരൻ നല്ല വ്രതധാരിയാണ്. അതുകൊണ്ട് അക്രൂരൻ ഇത് സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് നിന്റെ തന്നെ ഇരുന്നോട്ടെ, ഇതിവിടെ വേണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവകാശികൾ ഇവരാണ്. പക്ഷെ അതിപ്പം നിന്റെ തരുന്നു. കാരണം ഇത് മറ്റാർക്കും കയ്യിൽ കൊണ്ടു നടക്കാനാവില്ല, പറ്റില്ല. അക്രൂരന് പറ്റും എന്ന് ഇപ്പൊ കാണിച്ചു കൊടുത്തല്ലോ. കുറെ സിദ്ധിവൈഭവമുള്ളവനാണ് അക്രൂരൻ എന്ന് കണ്ടുകഴിഞ്ഞു. അപ്പം ദുർധരഹ തു അന്യൈഹി, അന്യൈഹി ദുർധര, മറ്റുള്ളവരാൽ ധരിക്കാൻ വിഷമമുള്ള മണി, ഈ മണി സുവ്രതേ, നല്ല വ്രതമുള്ളവനായ ഹെ അക്രൂര, ത്വയി ആസ്താം, നിന്നിൽ ഇരിക്കട്ടെ. ദുസ്തരസ്ത്വന്യൈസ്ത്വയ്യാസ്താം സൗവ്രതേ മണി കിന്തു, എന്നാൽ മമ അഗ്രജ, എൻ്റെ ജ്യേഷ്ഠൻ ആരാണ്? ബെല്ലാമൻ, സംയുന്ന പത്യേതി മണി,
ഈ മണിയെ ഉദ്ദേശിച്ചിട്ട് നല്ല വിശ്വാസം ഇപ്പോഴും ആർക്കില്ല? ബലരാമനില്ല. കാരണം ഞാൻ കള്ളത്തരം കാണിക്കുന്നവനാണ്, കപടകൃഷ്ണനാണെന്നൊക്കെ കുഞ്ഞിലേ മുതൽ ചേട്ടനറിയാം. അതുകൊണ്ട് ചേട്ടനെ ഒന്ന് വിശ്വസിപ്പിക്കണം, ഇതിവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. എനിക്ക് മനസ്സിലായി, പക്ഷെ പോരാ. കിന്തു മമ അഗ്രജ സമ്യം ന പ്രത്യേതി. പ്രത്യേതി വിശ്വസിക്കാം, ന പ്രത്യേതി വിശ്വാസമില്ല. മണിം പ്രതി, മണിയെക്കുറിച്ച് ഇപ്പോഴും ജ്യേഷ്ഠൻ നല്ല വിശ്വാസമില്ല. സദന്വാന്റെ ഇല്ലെന്ന് മനസ്സിലായി. പിന്നീട് ആരെയോ ഏൽപ്പിച്ചിട്ട് പോയി. ആരുടെയിലാണെന്ന് ഇപ്പോഴും ജ്യേഷ്ഠൻ അറിയില്ല, നിന്റെയിലാണെന്ന് ജ്യേഷ്ഠൻ അറിയത്തില്ല. അപ്പൊ ഇതൊന്ന് വിശ്വസിപ്പിക്കണ്ടേ എന്റെ ജ്യേഷ്ഠനെ? അതിന് തക്കതായിട്ട് ഈ മണി എന്ത് ചെയ്യണം? ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. തഥാപി ദുർധരസ്തന്യേ തുയ്യാസ്തം സൗവ്രതേ മണി കിന്തു മാം അഗ്രജ സമ്യം ന പ്രത്യേതി മണിം പ്രതി. തഥാപി ദുർധരസ്ത്വന്യേ തുയ്യാസ്തം സൗവ്രതേ മണി കിന്തു മാം അഗ്രജ സമ്യം ന പ്രത്യേതി മണിം പ്രതി. ദർശയസ്വ മഹാഭാഗ ബന്ധൂനാം ശാന്തിമാവഹാം അവ്യുച്ഛിന്നാമഖാസ്തേദ്യ വർത്തന്തേ രുക്മവേദയാം. ദർശയസ്വ മഹാഭാഗ, ഹേ അക്രൂര മഹാഭാഗ, ഒന്ന് കാണിക്കൂ ഇത്. ബന്ധൂനാം ശാന്തിം ആവഹ, എൻ്റെ ബന്ധുക്കൾക്ക് ശാന്തി ഉണ്ടാക്കി കൊടുക്കൂ, അവരൊന്ന് കണ്ടോട്ടെ. അവ്യുച്ഛിന്നാമഖാസ്തേ, താങ്കളുടെ യാഗങ്ങൾ മുടങ്ങാതെ നടക്കട്ടെ. അവ്യുച്ഛിന്ന, വിച്ഛിന്നമില്ലാതെ. മഖാഹത്തെ അദ്യ വർത്തന്തേ രുക്മവേദയ. അക്രൂര, നിന്റെ യാഗശാലകൾ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. രുക്മവേദികൾ, രുക്മം സ്വർണം, വേദയ വേദികൾ, വേദിഹി വേദീ വേദയ, രുക്മവേദികൾ. അക്രൂര, നിന്റെ യജ്ഞവേദികളൊക്കെ സ്വർണം ആവുന്നത് നിന്റെ കയ്യിൽ ഈ രത്നം ഇരിക്കുന്നുണ്ടാണ്. നീ ഈ രത്നം ഉപയോഗിക്കുന്നത് നല്ല കാര്യത്തിനാണ്, യജ്ഞത്തിനാണ്. കൊള്ളാം, നന്നായി, നിന്റെ തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ട് ഈ യജ്ഞം, അപ്പൊ ഇതൊക്കെ കൃഷ്ണൻ നന്നായിട്ടറിയാം. അക്രൂരിന്റെ മണിയുണ്ടെന്നും ആ മണി കൊണ്ടാണ് അക്രൂരിന് സ്വർണ്ണവേദി ഉണ്ടാക്കി യജ്ഞം ചെയ്യുന്നു ഒക്കെ അറിയാം. അത് അഭ്യുച്ഛിന്ന, തടസ്സം കൂടാതെ നടന്നോട്ടെ. ഞാനിപ്പോൾ ഈ മണി സാറേ, ആ പാവം ബലരാമനെ കളിപ്പിക്കുക ഇല്ലയോ? കളിപ്പിക്കുക വെല്ലാവനെ ശരിക്കും കളിപ്പിക്കുക. വെല്ലാവനും ഉള്ളിലറിയാം ഇതൊക്കെ കൃഷ്ണന്റെ കള്ളത്തരമാണ്. ഇത് എന്താണെന്ന് ശരിക്കും പിടികിട്ടില്ലതേ ഉള്ളൂ. ഒരു കപട നാടകമാണ് ശരിക്കും. അതെ, ഒരു കപട നാടകമാണ് ശരിക്കും. എന്നിട്ട് പറഞ്ഞു, ഇത് ജ്യേഷ്ഠനെ ഒന്ന് കാണിച്ചേക്കോ, വിശ്വസിച്ചോട്ടെ. എനിക്കറിയാം നിന്റെ ഇരുന്നെങ്കിൽ ഇതിന് പ്രയോജനമുള്ളൂ. ബാക്കി ആർക്കും ഇത് വെച്ചുകൊണ്ട് ബാക്കി ആർക്കും വെച്ചു ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് കൈ വെച്ചുകൊള്ളൂ, പക്ഷെ ഒന്ന് കാണിച്ചേക്കൂ. നിന്റെ യജ്ഞം ഭംഗ്യന്തരേണ നടന്നോട്ടെ. ദർശയസ്വ മഹാഭാഗ ബന്ധൂനം ശാന്തിമാവഹാം അവ്യുച്ഛിന്നാമഖാസ്തേദ്യ വർത്തന്തേ രുക്മവേദയാം. ദർശയസ്വ മഹാഭാഗ ബന്ധൂനം ശാന്തിമാവഹാം അവ്യുച്ഛിന്നാമഖാസ്തേദ്യ വർത്തന്തേ രുക്മവേദയാം. ഏവം സ്വാമഭിരാലബ്ധസ്വഫൽക്കതനയോ മണിം ആദായ വാഫസാച്ഛന്നം ദദോ സൂര്യസമപ്രഭം. ഏവം, ഇങ്ങനെ സാമഭിഹി ആലബ്ധ, നല്ല സാമവാക്കുകൾ കൊണ്ട് മണി തിരിച്ചു കിട്ടാറായി. അല്ലെ അക്രൂരൻ കൊടുക്കില്ല എന്ന് ഉറപ്പായി, അതിൻ്റെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞേനെ. നിന്റെ ഇരിക്കുന്നുണ്ടല്ലേ ഈ സ്വർണ്ണവേദി ഉണ്ടായി. ഇതെല്ലാം അക്രൂരൻ ഒരു CBI അന്വേഷണം പോലെ തന്നെ കൃഷ്ണൻ ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അക്രൂരൻ നിഷേധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാമഭിഹി ആലബ്ധ, സാമവാക്കുകളെ കൊണ്ട് ലഭിക്കപ്പെട്ടത് സ്വഫൽക്കതനയോ മണി. സ്വഫൽക്കതനയൻ അക്രൂരൻ. അക്രൂരന്റെ പിതാവിന്റെ പേര് മുമ്പേ പറഞ്ഞാണ്, സ്വഫൽക്കൻ എന്നാണ്. സ്വഫൽക്കതനയ മണി ആദായ, മണി എടുത്തിട്ട് എവിടുന്ന്? വാഫസാച്ഛന്നം, ഒരു തുണി പൊതിഞ്ഞ് മടിയിൽ സൂക്ഷിച്ചു വെച്ച ഈ മണി അവിടെ നിന്നും പൊതി കഴിച്ച് എടുത്തിട്ട് ദദൗ, കൃഷ്ണന്റെ കൊടുത്തു. സൂര്യസമപ്രഭം, സൂര്യനഫമായ ശോഭയുള്ള മണി മടിക്കുത്തിൽ നിന്നും ഒരു ചെറിയ തുണിപ്പൊതിയിൽ വെച്ചിരുന്ന കെട്ടഴിച്ചെടുത്ത് കൈക്കൊടുത്തു. ഏവം സാമഭിരാലബ്ധസ്വഫൽക്കതനയോ മണിം ആദായ വാഫസാച്ഛന്നം ദദോ സൂര്യസമപ്രഭം. ഏവം സാമഭിരാലബ്ധസ്വഫൽക്കതനയോ മണിം ആദായ വാഫസാച്ഛന്നം ദദോ സൂര്യസമപ്രഭം. സ്യമന്തകം ദർശയിത്വാ ജ്ഞാതിഭ്യോരജ ആത്മനാ വിമർജ്യ മണിനാ ഭൂയസ്തസ്മയേ പ്രത്യർപ്പയത് പ്രഭോ. സ്യമന്തകം ദർശയിത്വ, അക്രൂരന്റെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചു.
ജ്ഞാതിഭ്യോ ദർശയിത്വ, ബന്ധുക്കൾക്കൊക്കെ പൊക്കി കാണിച്ചു, ഇതാ രത്നം ഇവിടെയുണ്ട്, കിട്ടിയിട്ടുണ്ട്, ഇതാ ഇവിടെ തന്നെ ഉണ്ട് ഇത് എന്ന് എല്ലാ ബന്ധുക്കൾക്കും കാണിച്ചു കൊടുത്തിട്ട് ആത്മനഹ രജഹ, തനിക്കുണ്ടായ ദുഷ്പേര്, രജഫ് എന്ന് വെച്ചാൽ ഇവിടെ ദുഷ്പേര് എന്നർത്ഥം, ആത്മനഹ രജഹ, തൻ്റെ ദുഷ്പേരിനെ വിമർജ്യ, തുടച്ചു മാറ്റി, മണിന, ഈ മണി കൊണ്ട്, ഭൂയ തസ്മൈ പ്രത്യർപ്പയ, വീണ്ടും അവനെ എതിരിച്ചു കൊടുത്തു. അങ്ങനെ ഈ ഫെമന്തകത്തിന്റെ കഥ ഇപ്പോഴാണ് പൂർണ്ണമാകുന്നത്. ഇത്രയും വളഞ്ഞു പോകുന്ന ഒരു കഥയാണ് ഫെമന്തകത്തിൻ്റെ അകത്തുള്ളതെന്ന് 2-3 അധ്യായത്തിൽ കൂടിയാണ് ഈ കഥ ഭാഗവതം പൂർത്തീകരിക്കുന്നത്. ഫെമന്തകം ദർശയിത്വാ ജ്ഞാതിഭ്യോ രജ ആത്മന വിമർജ്യമണിനാ ഭൂയസ്തസ്മൈ പ്രത്യർപ്പയത് പ്രഭു. ഫ്യമന്തകം ദർശയിത്വാ ജ്ഞാതിഭ്യോ രജ ആത്മന വിമർജ്യമണിനാ ഭൂയസ്തസ്മൈ പ്രത്യർപ്പയത് പ്രഭു. യസ്ത്വേതൽ ഭഗവത ഈശ്വരസ്യ വിഷ്ണോ ബീജാഢ്യം വൃജിനഹരം സുമംഗളം ച ആഖ്യാനം പഠതി ശൃണോത്യനുസ്മരേദ്വാ ദുഷ്കൃത്യം ദുരിതമവോഹ്യയ അതിസന്ധിം. യഹ തു ഏതത് ഭഗവതഃ ഈശ്വരസ്യ വിഷ്ണു, ആരാണോ ഈശ്വരനായ വിഷ്ണുവായ ഭഗവാന്റെ വീര്യാഢ്യം, വീര്യം കൊണ്ട് വീര്യത്തെ പ്രകാശിപ്പിക്കുന്ന വീരാഢ്യമായ, വ്രജിനഹരം പാപത്തെ ഇല്ലാതാക്കുന്ന, വ്രജിനം പാപം, വ്രജിനഹരം പാപത്തെ ഇല്ലാതാക്കുന്ന, സുമംഗളം ച ഏറ്റവും മംഗളകരമായ ആഖ്യാനം, ഈ കഥ പഠതി ശൃണോതി അനുസ്മരേദ്വ, പഠിക്കുകയോ കേൾക്കുകയോ വീണ്ടും അനുസ്മരിക്കുകയോ ചെയ്താൽ അവനെ ദുഷ്കീർത്തിം ദുരിതം അപോഹ്യ, ദുഷ്കീർത്തി തുടച്ചു മാറ്റപ്പെടും, ദുരിതം മാറ്റപ്പെടും, ശാന്തി യാതി, ശാന്തി ലഭിക്കും. ഇതാണ് ഈ ഫെമന്തകം കഥയുടെ ഫലം എന്ന് ഒരു ഫലപ്രഖ്യാപനത്തോടെ കഥ അവിടെ ഉപസംഹരിച്ചു. യസ്ത്വേതത് ഭഗവത ഈശ്വരസ്യ വിഷ്ണോർ വീര്യാഢ്യം വൃജിനഹരം സുമംഗളം ച ആഖ്യാനം പഠതി ശൃണോത്യനുസ്മരേദ്വാ ദുഷ്കീർത്തിം ദുരിതമവോഹ്യയ അതിസന്ധിം. യസ്ത്വേതത് ഭഗവത ഈശ്വരസ്യ വിഷ്ണോർ വീര്യാഢ്യം വൃജിനഹരം സുമംഗളം ച ആഖ്യാനം പഠതി ശൃണോത്യനുസ്മരേദ്വാ ദുഷ്കീർത്തിം ദുരിതമവോഹ്യയ അതിസന്ധിം. അങ്ങനെ നമുക്ക് 57-ാമത്തെ അധ്യായം ഫെമന്തകഥയോടെ പൂർത്തീകരിച്ചു. 5 മിനിറ്റ് 10 മിനിറ്റ് കൂടി വൈകിയാലും അതങ്ങ് തീർന്നോട്ടെ എന്ന് വിചാരിച്ചാണ് കഥ. ഇത് മുഴുവൻ കഥ പറയലായതുകൊണ്ടാണ് നമുക്ക് വേഗം പോകാൻ പറ്റിയത്. 10-20 ശ്ലോകം തീർക്കാൻ പറ്റിയത് കഥയാണ്, കാര്യമായി അതിൻ്റെ അകത്തൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കഥയായതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പവുമാണ്. എങ്കിലും ഭാഗവത ധർമ്മം അനുസരിച്ച് അതൊന്ന് പറഞ്ഞു തീർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഉപസംഹരിക്കാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാവട്ടെ. ഒരു അറിയിപ്പ് പറയാനുണ്ട്. പണ്ട് നേരത്തെ ഞാൻ മഠത്തിൽ രഘുവംശം സമ്പൂർണമായിട്ടും കുമാരസംഭവം സമ്പൂർണമായിട്ടും എടുത്തിരുന്നു. അതിലെ 8-ാമത്തെ സർഗത്തിന്റെ പകുതിയോളം എടുത്ത് വെച്ചിരിക്കുകയാണ്, ബാക്കി എടുക്കാൻ പറ്റിയില്ല. 10 പേരെ അന്നുണ്ടായിരുന്നുള്ളൂ ഇത് പഠിക്കാനായിട്ട്. ആ 10 പേര് ഈ ക്ലാസ്സുള്ളവർ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് അത് വീണ്ടും ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ ആ ബാക്കി 50 ശ്ലോകം കൂടി പഠിപ്പിച്ച് തീർക്കുന്നുണ്ട്. അത് മഠത്തിൽ വെച്ചാണ്. അത് അടുത്ത ബുധനാഴ്ച എന്ന് പറയുമ്പോൾ 27-ാം തീയതി ബുധനാഴ്ച രാവിലെ 10:30 അതിന് താല്പര്യമുള്ളവർ അന്നുള്ളവർ വന്നിട്ടേ കാര്യമുള്ളൂ, ബാക്കിയുള്ളവർ വന്നിട്ട് വലിയ കാര്യമില്ല. കാരണം 8-ാം സർഗത്തിന്റെ പകുതിക്ക് ശേഷമാണ്. അന്നുള്ളവർക്ക് വന്നാൽ അത് പൂർത്തീകരിക്കാം. ഇന്ന് ക്ലാസ്സിൽ ഇല്ലാത്തവര് നിങ്ങൾ അവരുടെ നമ്പറുള്ളവരെ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടുകാർ ആരൊക്കെയാണോ അന്ന ക്ലാസ്സിലുണ്ടായത് എനിക്കൊരു ഓർമ്മയില്ല, അവരോടൊന്ന് വിളിച്ചു പറഞ്ഞ് അവരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ ഒന്നുകൂടി പറയാം. നമുക്ക് ബുധനാഴ്ച മുതൽ ഒറ്റ ദിവസം മതിയാവും, 3 മണിക്കൂറുണ്ട് അത് പറഞ്ഞു തീർക്കാനേ ഉള്ളൂ. അത് പൂർത്തീകരിക്കാനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമാണ്. അത് കൂടി ഒന്ന് അറിയിച്ചുകൊണ്ട് ഇന്ന ക്ലാസ് നമുക്ക് ഉപസംഹരിക്കാം. അല്ലല്ല, മഠത്തിൽ വരണം. ഓൺലൈനല്ല, 10 പേരേ ഉള്ളൂ. അവർക്ക് വേണ്ടി ഓൺലൈൻ ഇടില്ല. അവര് മഠത്തിൽ വരണം. കുറെ പേരെ ഞാൻ മഠത്തിൽ വെച്ച് കണ്ടപ്പോൾ വന്നോളാവെന്ന് പറഞ്ഞവര്. അടുത്തുള്ളവരാണ്, 10 പേരേ ഉള്ളൂ. മഠത്തിൽ വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നു. അപ്പം വരാൻ പറ്റുന്ന ഒരാൾ വരിക, ഇല്ലെങ്കിലുള്ളവരെ വെച്ച് ഞാൻ ആ കാവ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം 8-ാമത്തെ സർഗം പകുതിയാക്കി നിർത്തിയേക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ കുറച്ചുപേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 10 പേരെ അന്നുണ്ടായിരുന്നുള്ളൂ. ആ 10 പേര് വന്നാൽ മതിയാകും. എല്ലാവരും വേണമെന്നില്ല. എല്ലാവരും വരുന്നോണ്ട് ഒരു ദിവസം എന്നിട്ട് കേൾക്കാൻ കുഴപ്പമില്ല. പക്ഷെ അവിടെ വെച്ചാണ്, മഠത്തിൽ വെച്ച് ഓഫ്ലൈൻ ആണ് ക്ലാസ്, ഓൺലൈൻ അല്ല. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. Thank you, sir.